ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ലാലേട്ടൻ്റെ ഒരു പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ, എന്തൊരു ദേഷ്യത്തോടാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഷാനവാസിനെ വലിച്ച് കീറി അവിടെ വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു പി ആറിൻ്റെ ആ പ്രൊമോയൊന്നും ഒന്നുമല്ല കേട്ടോ പി ആറിനെ പറ്റിയിട്ട് ചോദിക്കുന്നത്. അതൊരു കാമായിട്ടായിരുന്നു ലാലേട്ടൻ ചോദിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ലാലേട്ടൻ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം, ആ ഒരു ചോദ്യം കാരണം അത്രയ്ക്ക് ദേഷ്യപ്പെട്ടാണ് ചോദിക്കുന്നത് ഈ ഒരു പ്രൊമോയ്ക്കകത്ത്. ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ തൂക്കിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സൂപ്പർ എപ്പിസോഡായിരിക്കും എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട്. കാരണം രണ്ട് പ്രൊമോയും പൊളിച്ചടുക്കുന്ന പ്രൊമോയാണ്. അപ്പോൾ ഇവിടെ ഷാനവാസിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ഇന്റർവെല്ല് കഴിഞ്ഞിട്ടാണ് കയറി വരുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കിടന്ന് അലച്ചുകൊണ്ടിരിക്കുന്നത് അത് കറക്റ്റ് കാര്യമാണ്. അത് ആ ഒരു ഡോസ് കൊടുക്കണം. കാരണം ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസ് വന്നുണ്ടല്ലോ, ഇതിൽ വെറും ഇല്ല ഒരു ഈ ലാലേട്ടൻ ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ, റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ലാലേട്ടൻ എനിക്കൊന്ന് ഇന്റർവെല് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഇരുന്നിട്ടില്ല കലപില ആയിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അനുമോൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അനുമോൾക്ക് ഇട്ട് കൊടുത്തിയാണെന്ന് അറിയത്തില്ല. അപ്പൊ അനുമോൾ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിൽ ഇറങ്ങി പോകുന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അത് വേണം കേട്ടോ. കാരണം ഈ സീസൺ, പ്രത്യേകിച്ച് ഈ സീസണിനകത്ത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഇവിടെ ലാലേട്ടൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവിടെ ഇരുന്നിട്ട് ചലപില അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അടി കൂടുകയോ ഫൈറ്റ് ചെയ്യുകയോ ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടൻ നെവിനുമായിട്ട് രസകരമായിട്ടൊരു ഫൺ ടോക്ക് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കിടന്ന് അവിടെ കുറേ എണ്ണം കിടന്ന് അലയ്ക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ഈ നെവിന് ഒരു സ്വഭാവമുണ്ട്. ലാലേട്ടൻ ആകെ പുള്ളി 2 ദിവസമാണ് അവിടെ ഇതിനായിട്ട് പോകുന്നത്. അപ്പൊ പുള്ളി പോകുന്ന സമയത്ത് പുള്ളിയെടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അത്രയും റെസ്പെക്റ്റോടുകൂടി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഈ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം പുള്ളിയെടുത്ത് സംസാരിക്കാനും പുള്ളി പറയുന്ന കേൾക്കാനും ഇരിക്കാതെ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് അടുക്കള പോയി കഴിച്ചുകൊണ്ട് വരിക. നെവിനെയും പൊക്കിയിട്ടുണ്ട്. നെവിനെ അതിൻ്റെ ഇടയ്ക്ക് പോയി അടുക്കള പോയി കഴിക്കുക, ഇതൊക്കെയാണ് അവിടെ ഇരുന്ന് തിന്നുക, ലാലേട്ടൻ മുമ്പിൽ ഇരുന്ന് തിന്നുക. അത് വേണമായിരുന്നു കേട്ടോ. അത് കൊടുക്കേണ്ട കാര്യമാണ്. എല്ലാ കണ്ടസ്റ്റൻസിനും അതൊരു ബാധകമായിരിക്കണം. കാരണം ഇത് മുമ്പേ ഉള്ള സീസണൊക്കെ ഇത് വിലക്കാത്തതുകൊണ്ടാണ്. മുമ്പേ ഉള്ള സീസണെ ഇത് വിലക്കണമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇതിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഓവറായിട്ട് കൊണ്ടുപോകുന്നത്. അതെന്തായാലും പറ്റി. എന്തായാലും ലാലേട്ടൻ നല്ല അടുപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാനൊക്കെ എൻ്റെ പാട്ടിന് ഇറങ്ങി പോകുന്നു ലാലേട്ടൻ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ഇനി എൻട്രി സമയത്താണോ ഇനി ഇന്റർവെല് സമയത്താണെന്ന് അറിയത്തില്ല. അത് പ്രൊമോ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ആര്യൻ്റെയും ഷാനവാസിൻ്റെയും കാര്യം പിന്നെ പറയുന്നുണ്ട്. ഒരു മാൻ ഹാൻഡ് ചെയ്ത് അത് വളച്ചെടുക്കാൻ ശ്രമിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് നടന്നതിൻ്റെ അന്ന് ഇവർ സീക്രട്ട് ടാസ്ക് ഉണ്ടല്ലോ, അന്ന് ആര്യനും ഷാനവാസും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല ഫൈറ്റ് ആയിരുന്നു, ഉന്തും തള്ളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈറ്റിനകത്ത് ആര്യൻ ഷാനവാസിന്റെ അമ്മയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞിട്ടൊരു അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് പിന്നെ പറയുന്നുണ്ട്, ഞാനത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ കേട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞമ്മക്കിട്ട് ഷാനവാസിനെ മാത്രം ഫയർ ചെയ്താൽ പോലെ ഇവിടെ ആര്യനെയും കൂടെ ഫയർ ചെയ്യണം. എനിക്ക് തോന്നുന്നു ആര്യൻ ചിലപ്പോൾ അത് വിളിച്ച് കാണാതിരിക്കത്തില്ല. കാരണം ആര്യന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുമ്പൊക്കെ, കാരണം അവിടെ ചീത്ത വിളിക്കും ആര്യൻ, അത് ചീത്ത വിളിക്കും. കാരണം അല്ല, ആ സമയത്ത് അത് മ്യൂട്ടും ചെയ്തിട്ടുണ്ട്. അല്ലെ പിന്നെ അവിടെ അത് മ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് മ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പക്ഷെ അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ലൈവിനകത്ത് മ്യൂട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഷാനവാസിന് വേണം, അത് കിട്ടേണ്ട കാര്യമാണ്. കാരണം ഷാനവാസ് ഓവറായി ഞാനൊക്കെ ഒരു എക്സ്പെക്ട് ചെയ്തൊരു വ്യക്തിയാണ്. പുള്ളിയൊക്കെ ഒരു ടോപ്പ് 5 കയറി കപ്പടിക്കുമെന്ന് തന്നെ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അത്രയ്ക്കും പുള്ളിക്ക് ആ ഒരു കാലിബർ ഉണ്ടായിരുന്നു. പുള്ളി തന്നെ അത് നശിപ്പിച്ചാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ വീക്കിലി ടാസ്കിൽ ഫാമിലി ടാസ്കിൽ ഫാമിലി എല്ലാം വന്നു പോയതിന് ശേഷം പുള്ളിക്കാരൻ്റെ ഗെയിം അങ്ങോട്ട് മാറി വെറുപ്പീരായി. അതുവരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് വെറുപ്പീരിന്റെ എക്സ്ട്രീം ലെവൽ. എനിക്ക് തോന്നുന്നു പുറത്ത് ആർക്കൊക്കെയാണ് സപ്പോർട്ട്, അനീഷിന്റെ സപ്പോർട്ടൊക്കെ മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നു. പിന്നെ പുള്ളി അങ്ങോട്ട് വെറുപ്പീര് തുടങ്ങി. ചുമ്മാ അനീഷ് അതേ കൂടെ വഴിയെ പോയാൽ തന്നെ പിന്നെ അനീഷിനെ പിടിച്ചിട്ട് ചൊറിഞ്ഞിട്ടാണ് ഒന്ന് മാന്തിയിട്ടൊക്കെയാണ് പുള്ളി പോകുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ആര്യനെയും കൂടെ ചോദിക്കണമായിരുന്നു. കാരണം ആര്യൻ ചീത്ത വിളിക്കുന്ന വ്യക്തിയാണ്. കാരണം ഈ അനുമോള് നൂറെ എടുത്ത് ഈ കാര്യം ലൈവിൽ പറയുന്നുണ്ട്. ഇന്നലത്തെ ലൈവിലാണ്. അപ്പം ആര്യൻ ചീത്തവിളി നല്ല ചീത്തവിളിയാണെന്നും ആര്യൻ ഇവിടെ ഡ്രാമ കളിക്കുവാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അന്ന് ഷാനവാസും ആര്യനും തമ്മിലുണ്ടായിട്ടുള്ളൊരു ഫൈറ്റിനകത്ത് ആര്യൻ എന്തോ അവിടെ സംസാരിച്ചായിരുന്നു, എന്തോ ഒരു വാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതും കൂടെ അങ്ങനെയാണെങ്കിൽ അതും കൂടെ കാണിക്കണം, അതും കൂടെ ചോദിക്കണം. അങ്ങനെ ഒരു അവിടെ അനുമോള് കണ്ടെന്നാണ് പറയുന്നത്, ആര്യൻ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്.
പിന്നെ ആര്യൻ തെറിയൊക്കെ വിളിക്കും. പിന്നെ ഈ ആര്യനാണ് ആദ്യം ഷാനവാസിന്റെ പുറത്ത് കയ്യെങ്ങാണ്ട് തട്ടയെടുക്കാണ്ട് ചെയ്തത്. അപ്പൊ ഇവിടെ ഷാനവാസിനെ മാത്രം പൊരിക്കുവാണെങ്കിൽ അതൊരു ഒരു ഫെയർ ആയിട്ട് തോന്നില്ല. ആര്യനെ ഇവിടെ പൊരിക്കണം. പിന്നെ ഷാനവാസിന് ഇച്ചിരി കൂടുതൽ വേണം. കാരണം പുള്ളി ഒരുപാട് അങ്ങോട്ട് ഇതിൽ ഓവറായിട്ട് പോവാണ്. അതുപോലെ അനീഷിന്റെ അടുത്തപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനീഷിന് എന്താണ് ഇതിനെ പറ്റി പറയാനുണ്ടെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് അനീഷിന് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തേ. കാരണം എന്ന് പറഞ്ഞാൽ അനീഷിന്റെ അടുത്ത് ഇപ്പം ഷാനവാസിന് ചെറിയൊരു എന്തൊക്കെയോ ഒരു ദേഷ്യം ഉള്ളതുപോലെയാണ് തോന്നുന്നത്. കാരണം ലൈവ് കാണുമ്പോൾ നമുക്കറിയാം. കാരണം അനീഷ് എവിടെ സംസാരിക്കാൻ വന്നു, അനീഷിന്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുമോ അവിടെ എല്ലാം ഷാനവാസാണ് പറന്ന് ചാടി വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നിന്നെ പൊളിക്കൂടാ, നിന്നെ പൊളിച്ചടുക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട്, നിന്റെ മുഖം മൂടി അഴിഞ്ഞ് വീണടാന്ന് പറഞ്ഞിട്ട്, ഞാൻ പൊളിച്ചിടാ നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കിടന്നങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഷാനവാസിനെയാണ് കാണുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെളിയിൽ അനീഷിന് ഇത്രയും സപ്പോർട്ടൊക്കെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കാം, അത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കാം അത് പൊളിച്ചടുക്കി ജനങ്ങളെ കൊണ്ടൊരു ഹേറ്റ് സമ്പാദിപ്പിക്കണം എന്നുള്ളൊരു വിചാരമായിരിക്കും. പിന്നെ ഇതൊരു ഗെയിമാണ്, എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്. ഇതൊരു കപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും കളിക്കുന്ന ഒരു ഗെയിമാണ്. അത് മാത്രം മനസ്സിലാക്കുക. കാരണം ഇവിടെ നന്മമരമൊന്നും കളിക്കാനല്ലല്ലോ ആരും പോയത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്, ഗെയിമുണ്ട്, എങ്ങനെയെങ്കിലും കപ്പിലെത്തുക, അതാണ് എല്ലാവരെയും ലക്ഷ്യം. അല്ലാതെ നല്ല പിള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കാനല്ലല്ലോ ആരും അവിടെ പോയിട്ടുള്ളത്. അത് വേറൊരു കാര്യം. എന്നിട്ട് ഇവിടെ അനീഷ് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഷാനവാസ് വീണ്ടും കയറി അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിച്ച് കുളമാക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഷാനവാസ്, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? എൻ്റെ പൊന്ന് ഷാനവാസ്, ഒന്നും മിണ്ടാതിരിക്കും ഷാനവാസെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പേടി? അയാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ, എന്താണ് ഇത്ര പേടി എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ലാലേട്ടൻ മനഃപൂർവ്വം ഇട്ട് കൊടുത്തതാണ്. കാരണം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഫയർ ചെയ്തിട്ട് അനീഷിൻ മനഃപൂർവ്വം ഷാനവാസിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അനീഷിന്റെ അടുത്ത് പറയുവാണ്. കാരണം അവിടെ ഒരു കണ്ടന്റ് കിട്ടുമല്ലോ. കാരണം അവിടെ ഷാനവാസ് ഇടയ്ക്കേറെ സംസാരിക്കുമെന്ന് അറിയാം. അപ്പം ഷാനവാസിനെ കുറച്ചുകൂടെ ഒന്ന് ഫയർ ചെയ്യാം. അപ്പം ഈ ഷാനവാസിന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് നല്ലതല്ല. ഈ പുള്ളി ഒരു ലിസണർ അല്ല, ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം പ്രത്യേകിച്ച് അനീഷുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ലാലേട്ടൻ പറയുന്നുണ്ട്, പൊന്ന് ഷാനവാസെ ഒന്നും മിണ്ടാതിരി, അനീഷ് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ? എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ. അനീഷ് അവിടെ എവിടെയും പോലും സംസാരിക്കുമ്പോഴും അനീഷിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഈ ഷാനവാസിന് എന്തോ ടെൻഷനാണ്. ഇവർ തമ്മിൽ എന്തോ സീക്രട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് ഷാനവാസിന്റെ കുറ്റങ്ങൾ അവിടെ പറയൂ എന്നുള്ളൊരു പേടിയോട് കൂടിയാണ് ഷാനവാസ് വന്നിട്ട് ഇതുപോലെ വെപ്രാളപ്പെട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. കാരണം പുള്ളി ചുമ്മാ ഒരാൾ പറയുന്നതിന് മുമ്പേ അയാളെ ഫയർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അയാൾ പറയുന്നത് കേൾക്കണ്ടേ, എന്നാലല്ലേ മനസ്സിലാവും. അപ്പൊ ഇന്നലെ തന്നെ ലൈവിനകത്ത് ആദിലെടുത്ത് ചെന്ന് അനീഷ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ഓടി വരുവാണ് ഷാനവാസ് ഓടി വരുമ്പോൾ ആദിലേയും പറയുന്നുണ്ട്, ഷാനവാസ് ഒന്ന് മാറിയിരിക്കാവോ, പുള്ളിക്ക് എന്നോട് എന്തോ ക്യാപ്റ്റനോട് എന്തോ പറയാനുണ്ട്, അതാണ് പറയും. ഇത് എവിടെ പ്രശ്നം ഉണ്ടാക്കിയാലും ഇന്നലെ തന്നെ ഈ മറ്റേ ഈ ഒരു ടാസ്ക് കൊടുത്തല്ലോ, ലക്ഷറി ബഡ്ജറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ടാസ്ക്, അതും നെവിനും അനീഷും തമ്മിലുള്ള പ്രശ്നത്തിനകത്തും ഷാനവാസ് ചുമ്മാ കയറി അങ്ങോട്ട് ഇടപെടുന്നുണ്ട്. അപ്പൊ എവിടെ അനീഷുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവിടെ എല്ലാം ഷാനവാസ് പറന്നില്ല സൂപ്പർമാനെ പോലെ എത്തിയിട്ട് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അലക്കുന്നതാണ് കണ്ടത്. പക്ഷെ അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കയറി അയാളെ ഇത് ചെയ്യുക, സംസാരിക്കാൻ സമ്മതിപ്പിക്കാതിരിക്കുക, അതൊരു നല്ലൊരു ലിസണർക്ക് പറ്റിയ പരിപാടിയല്ല. അപ്പൊ എന്തായാലും ഇവിടെ ആ ഒരു കാര്യം വന്നിട്ടാണ് ലാലേട്ടൻ ഫയർ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഈ ജയിൽ നോമിനേഷന്റെ സമയത്ത് തന്നെ ഈ ആഴ്ച നമ്മൾ കണ്ടതാണ്, അവിടെ ഒരു മനുഷ്യനും അനീഷിന് സംസാരിക്കാൻ ടൈം കൊടുക്കുന്നില്ല, അനീഷിന് സംസാരിക്കാൻ ഇട കൊടുക്കുന്നില്ല. ബാക്കി എല്ലാവരും സംസാരിക്കുമ്പോഴും കുഴപ്പമില്ല. പക്ഷെ അനീഷ് അങ്ങോട്ട് സംസാരിക്കാൻ കയറിയപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി, സംസാരിക്കാനേ സമ്മതിക്കുന്നില്ല. പക്ഷെ എന്തായാലും ഈ ഒരു വിഷയവും ലാലേട്ടൻ എടുത്തത് നന്നായി. കാരണം സംസാരിക്കാൻ സമ്മതിപ്പിക്കാതെ ഇടയ്ക്ക് കയറി ബഹളം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ഒരു കാര്യം കൂടെ എടുത്തിട്ട് ഫയർ ചെയ്തത് നന്നായി. ഷാനവാസിന് കിട്ടണോടെ. കാരണം ഞാനൊക്കെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഈ ഷാനവാസ്. പുള്ളിയുടെ ഗെയിം ഇപ്പം എങ്ങോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ ഒരു പിടി കിട്ടുന്നില്ല. ആ രീതിയിലാണ് പുള്ളിയുടെ ഗെയിം ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളി പുറത്തുനിന്നുള്ള സപ്പോർട്ട് ആർക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ പൊളിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ്. പുള്ളിക്ക് പുള്ളിയതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് എങ്ങനെ പോയാലും കയറി വരാം. ഇപ്പോൾ പുള്ളി അതല്ല ചെയ്യുന്നത്. സപ്പോർട്ട് കുറച്ച് കൂടുതൽ ഇരിക്കുന്ന ആളെ എങ്ങനെയെങ്കിലും അയാളെ ചൊറിഞ്ഞ് അയാളെ പൊളിച്ച് അയാളെ മുഖംമൂടി വലിച്ചങ്ങോട്ട് കീറി ജനങ്ങളുടെ മുമ്പിൽ കാണിക്കും എന്നുള്ളൊരു വാശിയുടെ പുറത്ത് നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത് ഷാനവാസിന് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഒരു രക്ഷയില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ആ പ്രൊമോ കൊണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്.
അപ്പം ഇന്ന് എന്തായാലും അനുവിനും കിട്ടുന്നുണ്ട്, ഷാനവാസിനും കിട്ടുന്നുണ്ട്, അനീഷിനും കിട്ടുന്നുണ്ട്, ഈ മൂന്നെണ്ണത്തിനും കിട്ടുന്നു. പക്ഷേ ഇവരെ മൂന്നുപേരെയും പൊരിച്ചാൽ മാത്രം പോരാ. ഇപ്പം ഈ ഷാനവാസും അതുപോലെ ആര്യനും തമ്മിലുള്ള ഫൈറ്റിനകത്ത് ഈ അമ്മയ്ക്ക് വിളിച്ചെന്നൊക്കെ പറയുന്നല്ലോ. അപ്പം ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലും ആര്യൻ പല സമയത്തും പലവട്ടം ചീത്ത അനുമോളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, അടിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ആര്യനാണ് ആദ്യം പിടിച്ച് ഊന്താൻ തൊള്ളാനങ്ങോട്ട് പോകുന്നത്. അതിനുശേഷമാണ് ഷാനവാസ് കയറി പിടിക്കുക എന്നങ്ങോട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം അതുമാത്രമല്ല, ഇതിനു മുമ്പും പല സമയത്തും ആര്യൻ അനുമോളെടുത്ത് പല രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പം ഈ ആര്യനും അത്ര നല്ല പിള്ളയൊന്നും അല്ല. പിന്നെ ഷാനവാസിന് ഒരു ഡോസ് കിട്ടണം, അത് വേറെ കാര്യം. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. എന്തായാലും ആരും അത്ര നല്ലതുമല്ല മോശവുമല്ല. അപ്പം എന്തായാലും ഈ ഒരു സീസണിനകത്തെ കണ്ടസ്റ്റൻസ്, എല്ലാ കണ്ടസ്റ്റൻസും ഗെയിം കളിക്കാൻ അറിയത്തില്ല. ഇവരെന്തിനാണോ കയറിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല. അതാ ഇതുവരെ ഒരു കണ്ടസ്റ്റൻസ്, ഇതുവരെ ഒരു ഓളം ഉണ്ടാക്കിയ കണ്ടസ്റ്റൻസ് അവിടെ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വിചാരിച്ച് വൈൽഡ് കാർഡൊക്കെ കയറി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കിട്ടുന്നു, അവരും കാണിച്ചു കിട്ടില്ല. എന്തായാലും ഒരു 64-65 ദിവസം എങ്ങനെ കണ്ടൊക്കെ ഉറങ്ങി നിന്ന് കുറെ വാഴകൾ അവിടെ തള്ളി നീക്കിക്കൊണ്ട് പോവാണ് അല്ലേ.